ഹായ്, നമസ്കാരം. എൻ്റെ ഡെബ്യൂ കൺസേർട്ടായിരുന്നു. അതായത് ഒരു അഭംഗും ഭജൻസിൻ്റെയും ഒരു കൺസേർട്ടായിരുന്നു. മെയ് 2 2025 7 PM to 9 PM അങ്ങനെയാണ് സമയം അലോട്ട് ചെയ്ത് തന്നത്. അഭംഗം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ലോർഡ് വിട്ടൽ, അതായത് മഹാവിഷ്ണുവിനെ എന്താണ് പറയുന്നത്, അദ്ദേഹത്തിനെ പറ്റിയുള്ള പാട്ടുകളായിരിക്കും. മറാഠിയാണ്. സന്ത് തുക്കാറാം അങ്ങനെയൊക്കെ സെയിൻറ്റ് ആയിരിക്കും മിക്കവാറും അത് എഴുതിയിട്ടുണ്ടാവുക. അതായത് സ്പിരിച്വൽ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാർ എഴുതിയിട്ടുണ്ടാവുന്ന വരികളായിരിക്കും മറാഠി. അപ്പോൾ അതും ഭജൻസ് മീരാ ഭജൻ. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് ഇതാക്കി പഠിച്ചിട്ട്, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൈദേഹി ടീച്ചറാണ്. പൂനെയിലുള്ള ടീച്ചറാണ് മറാഠി. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് അങ്ങനെ അത് പഠിക്കാനായിട്ട് മാത്രം പോയി. മറാഠിയൊക്കെ പഠിക്കണമെങ്കിൽ അവരുടെ ഒരു ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അതെനിക്കൊരു ഇഷ്ടം തോന്നി പോയതാണ്. പിന്നെ ക്ലാസിക്കൽ നമ്മുടെ ഐശ്വര്യ കല്യാണി ടീച്ചർ, കോഴിക്കോടുള്ള ടീച്ചർ, അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുസ്ഥാനിയിലേക്ക് എനിക്കിപ്പോൾ ഒരു ഇഷ്ടം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ കർണാടകയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഗുരുവായൂർ, ഫോർ എക്സാമ്പിൾ, ഗുരുവായൂരൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളിപ്പം ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ പറയുക, ആ സമയമാകുമ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ 10 സോങ്സ് 10 കീർത്തനം നമ്മൾ അയച്ചു കൊടുക്കണം. അതിൽ ഒരെണ്ണം ആയിരിക്കും അവർ സെലക്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ അവതരിപ്പിക്കുക. അങ്ങനെയാണ്. പക്ഷേ ഇതെങ്ങനെ ചെയ്യും? ഷിർഡിയിലായിരുന്നു എനിക്ക് ഡെബ്യൂ കൺസേർട്ട് എന്ന് പറയുന്ന എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അവരുടെ തന്നെ ഈ ഒഫീഷ്യൽ പേജുണ്ട്, ട്രസ്റ്റിൻ്റെ ഒരു സംസ്ഥാൻ ട്രസ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേജുണ്ട്. ആ പേജിൽ ഇങ്ങനെ പാടുന്നൊക്കെ കണ്ടു ഇങ്ങനെ ആൾക്കാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ അത് ആ സ്റ്റേജ് എന്ന് പറയുന്നത് ശതാബ്ദി മണ്ഡപ് അങ്ങെന്ന് പറഞ്ഞിട്ടൊരു വേറെ സ്റ്റേജാണ്. 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒന്ന് മന്ദിർ സ്റ്റേജാണ്. മന്ദിർ സ്റ്റേജിലാണ് എനിക്ക് ചെയ്യാൻ കിട്ടിയത്. പെർഫോമൻസ് എന്താ പറയുക, അത് മന്ദിർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മന്ദിറിനകത്താണ്, അമ്പലത്തിനകത്താണ്. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് സായിയുടെ മുന്നിൽ അങ്ങനെ പാടാൻ പറ്റി. മെയ് 2 2025 അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്, ഫ്രൈഡേ. പക്ഷേ തേഴ്സ്ഡേ ഞാൻ ചോദിച്ചിരുന്നു. തേഴ്സ്ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ചോദിച്ചിരുന്നു. പക്ഷേ തേഴ്സ്ഡേ ഒരു രക്ഷയിലാണ്. ചാവടി അവിടെ കുറച്ച് ചടങ്ങുകളല്ലാതെ ഉള്ളതുകൊണ്ട് തേഴ്സ്ഡേ അവിടെ ഭയങ്കര തിരക്കാണ്, കിട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്രൈഡേ ഓക്കെ, അത് അടിപൊളിയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം? അങ്ങനെ അവരുടെ ആ ഒരു ഒഫീഷ്യൽ പേജിൽ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒഫീഷ്യൽ പേജിൽ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെ അവരുടെ സൈറ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റി. എന്നിട്ട് ഞാൻ സൈറ്റിൽ കയറി മെയിൽ അയച്ചു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പാടാനാണ് അതൊക്കെ പറഞ്ഞു. നിങ്ങൾ എത്ര പേര് വരും അങ്ങനെയെല്ലാം. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഓർക്കസ്ട്ര ഇവിടെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹാർമോണിയം, ഒരു തബല വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ അത് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറോട് തന്നെ സംസാരിക്കട്ടെ ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൺഫേം ചെയ്തിട്ട് ഞാനൊരു മെയിൽ അയച്ചു. ഇങ്ങനെ ഞാൻ 3 പേര്, അതായത് അത് ആരൊക്കെ പെർഫോം ചെയ്യുന്ന അതൊക്കെ പറയണം. അപ്പം ഞാനൊന്ന്, പിന്നെ തബല, ഹാർമോണിയം, അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ചു. ഡേറ്റ് കൺഫേം ചെയ്തു. അങ്ങനെയാണ് പെർഫോം ചെയ്തത്. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് സ്പൈനൽ ഇഞ്ചുറി, കാരണം സ്റ്റാർട്ടഡ് വിത്ത് ഒരു സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് അത് പറഞ്ഞതാണത്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താണ് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പം ഈ ഒരു വേദന വെച്ചിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ആ 20 മിനിറ്റ് പോലും 20 മിനിറ്റ്സ് എനിക്ക് ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റാത്ത എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ഞാൻ അവിടെ ചെന്ന് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റി. ഒരു 4 സോങ്സാണിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വേറെയും സോങ്സ് പാടി. 7 to 9 PM ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ആരതി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കേരള സ്റ്റൈലിൽ, മലയാളത്തിൽ പറഞ്ഞാൽ ദീപാരാധന. അപ്പോൾ
ദീപാരാധന കഴിഞ്ഞാലും ആ പാട്ട് മുഴുവനാക്കാതെ അവർ കട്ട് ചെയ്ത് ഒരു വേറെ പരിപാടി അവതരിപ്പിക്കാൻ, അത് മന്ദിർ സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ അകത്താണ് പെർഫോം ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 7:30 7:40 7:45 ആയി. പിന്നെ മൈക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ 9 വരെ 9 മണി വരെ അവിടെ ഇരിക്കാനും സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ പാടി. അപ്പോൾ അത്രയും സമയം എനിക്ക് ഇരിക്കാൻ പറ്റിയത് തന്നെ ഞാൻ വേദന അറിഞ്ഞില്ല. അത് തന്നെ വലിയൊരു മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എന്തായാലും സായിയുടെ അനുഗ്രഹത്തിൽ എനിക്ക് അത്രയും പാടാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അതിൻ്റെ 3-4 സോങ്സ് അത് എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ ഫോണകത്ത് കയറ്റില്ല. പക്ഷേ ഹാർമോണിയം, തബല ആൾക്കാരൊക്കെ നിന്നിട്ട് എൻ്റെ ഫോണകത്ത് കയറ്റി ഞാൻ കൊണ്ടുപോയി. അത് വേറൊരു വാതിൽ വഴിയാണ് കയറിയത്. കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു എടുക്കണ്ട, പുറത്തെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നാൽ അവർ എൻ്റെ ഫോൺ എടുത്തൊന്ന് ഒളിച്ചു വെച്ചിട്ടാണ് ആദ്യത്തെ 1-2 സോങ്സ് ഒന്നും റെക്കോർഡായിട്ടില്ല, ബാക്കി കുറേയൊക്കെ പറ്റുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെയൊക്കെ കിട്ടിയതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കൊരു ബ്ലെസ്സിങ് പോലെയാണ് എനിക്ക് അത് കഴിഞ്ഞ് ആദരിക്കും നമ്മളെ, എല്ലാവരെയും പാടുന്ന എല്ലാവരെയും അവർക്ക് ഒരു ബഹുമാനം കൊടുക്കും. അതൊരു ഓം സായിറാം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പുതപ്പിക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു നാളികേരം തേങ്ങയൊക്കെ കൈ തന്നിട്ട് അതൊരു പ്രസാദം അത് മതി. ഒന്നല്ലെങ്കിൽ അവിടെ ഇരുന്ന് പാടാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ബിഗിനിങ് ആണ്. അപ്പോൾ എല്ലാവരും ആ പാട്ടൊക്കെ കേൾക്കുക, അഭിപ്രായം പറയുക. എനിക്ക് ആ ഒരു അഭങ്സിനോടൊക്കെ പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി, അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. ഭജൻസും ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം, അത് ഇപ്പോൾ തോന്നി തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.